നമുക്ക് വിഴിഞ്ഞം പോർട്ട് എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ സമയത്ത് ഉണ്ടാക്കിയ ഒരു കരാർ. യഥാർത്ഥത്തിൽ വിഴിഞ്ഞം പോർട്ടിന് കഥ തുടങ്ങുന്നത് നേരത്തെ തന്നെ PS അച്യുതാനന്ദൻ ഗവൺമെന്റ് സമയത്താണ്. 2006 മുതൽ തുടങ്ങിയതാണ്. PS അച്യുതാനന്ദൻ ഗവൺമെന്റാണ് ആദ്യമായിട്ട് വിഴിഞ്ഞം പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഇടപെടുന്നത്. PS-ന്റെ ഗവൺമെന്റ്. ആ ഗവൺമെന്റ് വിഴിഞ്ഞം പോർട്ടിന് വേണ്ടി ഒരു DPR തയ്യാറാക്കി ടെൻഡർ നടപടിയിലേക്ക് നീങ്ങി. ടെൻഡർ വിളിച്ചപ്പോ UPA ഗവൺമെന്റ് പറഞ്ഞു ടെൻഡറിൽ 1ാം സ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ വിലക്ക് ചെലവിന് പോർട്ടുണ്ടായി തരാമെന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി ചൈനീസ് കമ്പനിയാണ്. ചൈനീസ് കമ്പനി കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് നേരെ റദ്ദ് ചെയ്യുകയാണ്. ടെൻഡർ റദ്ദ് ചെയ്തു. അങ്ങനെ റദ്ദ് ചെയ്തിട്ട് റീടെൻഡറിലേക്ക് പോകുന്ന സമയത്താണ് സർക്കാർ മാറിയത്. 4.5 കൊല്ലം ഉമ്മൻചാണ്ടി ഗവൺമെന്റ്, അന്നത്തെ UDF ഗവൺമെന്റ് വിഴിഞ്ഞം പോർട്ടിന് വേണ്ടി ഒരു ചെറുവിരലനക്കിയില്ല. അപ്പോഴാണ് തിരുവനന്തപുരത്ത് അതിശക്തമായ സമരം ഉയർന്നു വന്നത്. എന്താ സമരം? വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാക്കണമെന്നുള്ള സമരം. മനുഷ്യ ചങ്ങല ഉൾപ്പെടെയുള്ള സമരം. അന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു സഖാവ് പിണറായി. ആ മനുഷ്യ ചങ്ങലയുടെ ഏറ്റവും ആദ്യത്തെ കണ്ണിയായിരുന്നു സഖാവ് പിണറായി. വിഴിഞ്ഞം പോർട്ടിന് വേണ്ടിയുള്ള സമരം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നു. ആ ഘട്ടത്തിലാണ് അന്നത്തെ UDF ഗവൺമെന്റ് ഉമ്മൻചാണ്ടി അദാനിയെ വിളിച്ചു വരുത്തി പോർട്ടിന്റെ സകല അധികാരങ്ങളും അദാനിക്ക് നൽകുന്ന വിധത്തിൽ ഒരു കരാറുണ്ടാക്കി പോയി. ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ കരാറ് നോക്കുമ്പോൾ അത്ഭുതകരാണ്, ഞെട്ടിപ്പോവും. ഇപ്പം തന്നെ സംഭവിച്ചങ്ങൾ നോക്കൂ. എന്താ കരാറിലെ വ്യവസ്ഥ? കേരളം 5400 കോടി രൂപ ചെലവഴിക്കണം. അദാനി 2400 കോടി രൂപ ചെലവഴിക്കണം. ആ പണം ഉപയോഗിച്ചുകൊണ്ട് പോർട്ട് ഉണ്ടാക്കണം. പോർട്ട് ഉണ്ടായി കഴിഞ്ഞാൽ 10-60 വർഷക്കാലം അദാനിക്ക് ആ പോർട്ട് പൂർണ്ണമായി നടത്താം. പോർട്ട് ഉണ്ടാക്കാം, എന്നിട്ട് അത് പരിപാലിക്കാം, എന്നിട്ട് ആ പോർട്ട് നടത്താം. 60 വർഷക്കാലം ഓണർഷിപ്പ് നമുക്ക് തന്നെയാണ്, ഉടമസ്ഥാധികാരം. കഴിഞ്ഞ ദിവസം BD സതീശൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞ പോലെയല്ല, വിഴിഞ്ഞം പോർട്ട് സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ ഉടമസ്ഥതയിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ 60 വർഷക്കാലം നടത്താൻ വേണ്ടി അദാനിക്ക് കൊടുത്തിരിക്കുന്നു. ഏത് വ്യവസ്ഥയിലാണ്? വ്യവസ്ഥ എന്താണെന്നറിയും? 2035 മുതലേ കേരളത്തിന് ലാഭം കിട്ടൂ. വിഴിഞ്ഞം പോർട്ടിന്റെ മേലെ ലാഭം. നമ്മൾ ചെലവഴിച്ച 5400 കോടി രൂപയാണ്. അദാനി ചെലവഴിച്ച 2300 ശിഷ്ടം കൂടിയ 2400 എത്തൂല. നമ്മൾ ചെലവഴിച്ചതിന്റെ പകുതി പോലും ഇല്ല. പക്ഷെ നമുക്ക് ലാഭം കിട്ടിയ 2035 മുതൽ ഇത്ര കിട്ടുന്നറിയാം. മൊത്തം ലാഭത്തിന്റെ 1% 1%മാണ് നമുക്ക് ലാഭം. പണം മുഴുവൻ ചെലവഴിച്ച നമ്മള്. എന്നിട്ട് 1ാം ഘട്ടം പൂർത്തീകരിച്ച് എന്ത് ചെയ്യണം? അദാനിക്ക് ഒരു പോക്കറ്റ് മണി കൊടുക്കണം. അതിന്റെ പേരാണ് VGF, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട്. 814 കോടി രൂപ, 817 കോടി രൂപ. അത് കരാറിൽ എഴുതി വെച്ചിട്ടുണ്ട്. കേന്ദ്രം കൊടുക്കണമെന്നാണ് എഴുതി വെച്ചത്. കേന്ദ്രത്തോട് നമ്മൾ ചോദിച്ചു നോക്കും, കേന്ദ്രമായിട്ട് അങ്ങനെ ഒരു കരാറില്ല. കേന്ദ്രം പറഞ്ഞു ഞങ്ങൾ ഫണ്ട് തരില്ല. അവസാനം ചർച്ച ചെയ്ത് അവസാനം കേന്ദ്രം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കടമായിട്ട് തരാം. അങ്ങനെ കേന്ദ്രത്തിൽ കടം തന്നു. പലിശ ചില്ലറിയല്ല, 20% പലിശ. NPV ടേംസ് എന്നാണ് പറയാ, നെറ്റ് പ്രസന്റ് വാല്യൂ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കടം. ആ കടത്തിന്റെ പലിശ പരിശോധിച്ചാൽ 20% വരും. പക്ഷെ 2035 മുതലേ തിരിച്ചടക്കണ്ടു. അത് മുതലേ തിരിച്ചടക്കണ്ടു എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ കടവും വാങ്ങി അദാനിക്ക് കൊടുത്തു. പോക്കറ്റ് മണി 2400 കോടി രൂപ ചെലവഴിച്ചാൽ 817 കോടി രൂപ പിന്നെ പോക്കറ്റ് മണി. ഇതൊക്കെ ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ കരാറാണ്. അങ്ങനെ കരാറുണ്ടാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ പോർട്ടുണ്ടാക്കി. പോർട്ടിന് വേണ്ടി അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഇറക്കിയത് ഇടതുപക്ഷം. പോർട്ടിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർണ്ണമായി നടത്തിയ ഇടതുപക്ഷം. അതിനുവേണ്ടിയുള്ള പണം മുഴുവൻ ചെലവഴിച്ചത് ഇടതുപക്ഷം. അതിനുവേണ്ടി 1 ഉറുപ്പിക ഉമ്മൻചാണ്ടി ഗവൺമെന്റ് നൽകിയിട്ടില്ല. ആകെ ചെയ്തത് ഒരു കരാർ, അദാനിക്ക് വേണ്ടിയുള്ള കരാർ. 2400 കോടി രൂപ ചെലവഴിച്ച് VGF 817 കോടി രൂപ തിരിച്ചു കിട്ടിയാൽ അദാനിക്ക് 60 കൊല്ലം പോർട്ട് നടത്താനുള്ള കരാർ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇങ്ങനെയുള്ള ഒരു കരാറുമായിട്ട് എന്തിനാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോയത്? നിങ്ങൾക്ക് റദ്ദ് ചെയ്തുകൂടെ? റദ്ദ് ചെയ്യാൻ പറ്റില്ല. ബൈൻഡിംഗ് ആയിട്ട് കരാറ് റദ്ദ് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ കോടതിയിൽ അദാനി പോകും. അദാനി കോടതി പോയി കഴിഞ്ഞാൽ കോടതി അതിന്റെ കൂടെ നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി പറയും. അതുകൊണ്ട് മുന്നോട്ട് പോയില്ലാണ്ട് വേറെ വഴിയില്ല. എന്നെ പിന്നെ വിഴിഞ്ഞം പോർട്ടങ്ങ് ഉപേക്ഷിക്കണം. അങ്ങനെയാണ് നഷ്ടം സഹിച്ചിട്ടും പോർട്ടിന്റെ പ്രവർത്തനങ്ങളുമായി LDF സർക്കാർ മുന്നോട്ടേക്ക് പോയി അത് യാഥാർത്ഥ്യമാക്കി. ഉമ്മൻചാണ്ടിയുടെ അന്നത്തെ എഗ്രിമെന്റ് അനുസരിച്ച് വിഴിഞ്ഞം പോർട്ട് പൂർത്തീകരിക്കേണ്ട 2045. നിങ്ങൾ ഓർക്കണം, 2045 പൂർത്തീകരിക്കുന്നു. 1ാം ഘട്ടം പൂർത്തീകരിച്ചു. 2, 3, 4 ഘട്ടമുണ്ട്. ആ 4
2045 കുറച്ച് ഡിലേ ആയി. അതുകൊണ്ട് അദാനിയുമായിട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെ ചർച്ച നടത്തി. ആ ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ 2045 പൂർത്തീകരിക്കേണ്ട പോർട്ട് 2028 പൂർത്തീകരിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഡീഷണൽ കരാറുണ്ടാക്കി ഇടതുപക്ഷം. അങ്ങനെ പോർട്ടിന്റെ പ്രവർത്തനം ദ്രുതഗതി. അപ്പോഴാണ് ഇപ്പോ ഇങ്ങനെ അദാനി അവരുടെ ഷെയർ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. എത്രയാ? മൊത്തം ഷെയറിന്റെ 49%. അത് വിൽക്കുമ്പോൾ അദാനി കിട്ടുന്ന പണം എത്രയാണ്? നമ്മൾ ദേശാമാനിക്ക് കാര്യം പിടികിട്ടില്ല. ദേശാമാനി വിചാരിച്ചു, ദേശാമാനി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ, കാരണം അദാനി അങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിക്കുക. ഇതാ പുതിയ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു എന്നാ പറയുക. എന്താ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ? പുതിയ നിക്ഷേപം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പുതിയ എന്താ പദ്ധതി വരണം. ആ പദ്ധതി വരുന്നതിനാ നിക്ഷേപം എന്ന് പറയുകയാണ്. ഇതെന്താ? വിഴിഞ്ഞം പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പോർട്ടിന്റെ ഷെയർ പർച്ചേസ് ചെയ്തല്ല. ആ നിക്ഷേപം വരുന്നത് കേരളത്തിലല്ല. ആ നിക്ഷേപം വരുന്ന അദാനിയുടെ പോക്കറ്റിലേക്കാ. ആ കിട്ടിയ പണമെടുത്ത് അദാനി ഗുജറാത്തിലോ മറ്റെവിടെയോ കൊണ്ടിട്ട് ആ പണം ഉപയോഗിക്കുകയും അത് നമ്മുടെ നാട്ടിലെ നിക്ഷേപമല്ല, അദാനിയുടെ പോക്കറ്റിലേക്ക് വരുന്ന പണം. എത്രയാ പണം വരുന്നേ? ചില്ലറ പണമല്ല. 2400 കോടി രൂപ ചെലവഴിച്ച അദാനി വിഴിഞ്ഞം പോർട്ട് പൂർത്തീകരിച്ച് അവരുടെ 49% ഓഹരി കൈമാറുന്നതിലൂടെ മാത്രം അദാനിക്ക് കിട്ടുന്ന തുക സമം 13,000 കോടി. 13,000 കോടി. അദാനിക്ക് ലാഭം എത്രയാ? ഏതാണ്ട് 10,000 കോടിയുടെ മേലെ ലാഭം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കാട്ടുകൊള്ളയല്ലേ? ആ കാട്ടുകൊള്ളക്ക് വഴിയൊരുക്കുന്ന കരാറല്ലേ ഉണ്ടാക്കിയത്? ആ കരാറിന്റെ തന്നെ പ്രശ്നം ഇപ്പൊ മനസ്സിലാകുന്നില്ലേ? 49% വിൽക്കുമ്പോഴത്തേക്ക് 13,000 കോടി. ആ 13,000 ഈ തുക, ഈ ഷെയർ വിൽക്കണമെങ്കിൽ സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണം. മുൻകൂർ അനുമതി ഇല്ലാണ്ട് പറ്റൂല. മുൻകൂർ അനുമതി ഇല്ലാതെ എങ്ങനെയാണ് അദാനി പോർട്ട് അധികൃതർക്ക് ഷെയർ വിൽക്കാനുള്ള നടപടികളുമായി എങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ ധൈര്യം കിട്ടി? എങ്ങനെ ധൈര്യം കിട്ടി? അതാ വി.ഡി. സതീശനോടുള്ള ചോദ്യം. എങ്ങനെ ധൈര്യം കിട്ടി? നിങ്ങൾ വാക്കാൽ അനുമതി നൽകിയോ? നിങ്ങൾ നോക്കൂ, ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി MSC എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പ് കയ്യിലുള്ള കമ്പനി MSC വിഴിഞ്ഞം പോർട്ട് തുടങ്ങിയ മുതൽ അവിടെ ഓപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കേണ്ട ഈ ഷെയർ കൊടുത്താലാണ് MSC വരുന്നത്. എല്ലാ ഷിപ്പിംഗ് കമ്പനിക്കും വരാം. ഏറ്റവും ആദ്യം ആവേശത്തോടെ വന്നവരാണ് MSC. കാരണം വിഴിഞ്ഞത്തിന്റെ പൊട്ടൻഷ്യാലിറ്റി മറ്റുള്ള പോർട്ട് പോലെയല്ല. ഇന്ത്യ രാജ്യത്തെ ഏക പോർട്ടാണ് ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട്. എന്താ പോർട്ടിന് പ്രത്യേകതയാ? ലോകത്തിലെ ഏത് കപ്പലും വിഴിഞ്ഞത്ത് വന്നിട്ട് അടുക്കാം. ഏത് കപ്പലും വരാം. ഒരു കപ്പലിൽ ഏതാണ്ട് 10-30,000 വരുന്ന കണ്ടെയ്നറുകളാണ് വരും. 30,000 കണ്ടെയ്നർ എന്ന് പറയുന്നത് ആലോചിക്കട്ടെ. 30,000 ലോറി ഒരു കപ്പലിൽ. 30,000 ലോറി. സെമി ഓട്ടോമാറ്റഡ് ആണ് ആ പോർട്ട്. ഈ കണ്ടെയ്നർ എടുത്തിട്ട് നേരെ ലോറിയുടെ മേലേക്ക് വെക്കുകയില്ല. അതിനൊരു സ്വിച്ച് അമർത്തിയാൽ കുട്ടികൾ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ക്രെയിൻ. സ്വിച്ച് അമർത്തുമ്പോൾ ക്രെയിൻ നേരെ പോയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടെയ്നർ എടുത്ത് ലോറിന്റെ മേലെ കൊണ്ടേ വെക്കുന്നുണ്ട്. അത് ഈ പറയുന്ന 10-30,000 കണ്ടെയ്നർ മണിക്കൂറുകൾ കൊണ്ട് ഇറക്കി തീർക്കും. അതാ വിഴിഞ്ഞം പോർട്ട്. ഫുള്ളി ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള ഒരു പോർട്ട്. ലോകത്തിൽ അത്യപൂർവത്തെ ഉള്ളൂ. ആ പോർട്ട് ഉണ്ടാക്കിയ നമ്മളാണ്. എന്നിട്ട് അതിന്റെ ഓഹരിയാണ് വിറ്റഴിക്കുന്നത്. MSC ഇപ്പൊ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓപ്പറേഷൻ എന്ന് പറയുകയാണ്. ഇപ്പൊ നമ്മൾ കണ്ണൂർ എയർപോർട്ട് ഉണ്ടാക്കി. ആ കണ്ണൂർ എയർപോർട്ടിന്റെ ഷെയർ മുഴുവൻ ഓയർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇൻഡിഗോ എന്ന് പറയുന്ന വിമാന കമ്പനിക്ക് വിറ്റ എങ്ങനെ ഉണ്ടാവും? വിമാന കമ്പനി മറ്റത് ഷിപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനി MSC. ആ MSCക്കാണ് 49% ഓഹരി വെക്കുന്നത്. ആ ഓഹരി വെക്കണമെങ്കിൽ കുറെ പ്രശ്നമുണ്ട്. സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണം. മുൻകൂർ അനുമതി ഇല്ലാതെ ധാരണയുണ്ടാക്കും, കരാറുണ്ടാക്കുന്ന MSC ആയിട്ട്. ആ കരാറിനെ അടിസ്ഥാനപ്പെടുത്തി ഓഹരി കൈമാറുന്നതിന് വേണ്ടി സെബിയുടെ അനുമതി വേണം. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സെബിയുടെ അനുമതി വേണം. സെബിയുടെ അനുമതിക്ക് വേണ്ടി കൊടുക്കുന്നു. അങ്ങനെ ആ നടപടിയിലേക്ക് നീങ്ങുന്നു. എങ്ങനെ ധൈര്യം വന്നു? വി.ഡി. സതീശൻ വാക്കാൽ അനുമതി പോയിക്കോന്ന് പറയാതെ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, വി.ഡി. സതീശൻ എന്തിനാ മംഗലാപുരത്ത് പോയത്? അദ്ദേഹം പറഞ്ഞു അത് ഹസന്റെ മോനെ കാണാൻ വേണ്ടിയിട്ടാണ്. MM ഹസൻ അസുഖമായിട്ട് അവിടെ ആശുപത്രി കിടക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പോകാത്ത ആളാണ് വി.ഡി. സതീശൻ. എന്നിട്ട് ഹസന്റെ മോനെ കാണാൻ വേണ്ടി ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയി. ചാർട്ടേഡ് ഫ്ലൈറ്റ് ഹെലികോപ്റ്ററല്ല. ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കൊച്ചിയിൽ നിന്ന് മംഗലാപുരം വരെ പോകണമെങ്കിൽ ചുരുങ്ങിയത് 40 ലക്ഷം റുപ്യ വേണം. ചാർട്ടേഡ് ഫ്ലൈറ്റ്. ആ 40 ലക്ഷം റുപ്യ ആര് കൊടുക്കുക?
അങ്ങനെ 40 ലക്ഷം റുപ്യ ചെലവഴിച്ചുകൊണ്ട് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോകാൻ വേണ്ടി എന്തായിരുന്നു ഇത്ര അർജൻസി? എന്തായിരുന്നു ആവശ്യം? എന്തിനു വേണ്ടി പോയി? ആരാ ഫ്ലൈറ്റിന്റെ ചാർജ് കൊടുത്തേ? നിങ്ങൾ എന്തിനാ അദാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വത്തിലുള്ള ചിലരെയൊക്കെ കണ്ടത്? എന്തിനു വേണ്ടി കണ്ടു? പറയണ്ടേ കേരളീയ സമൂഹത്തോട്? അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണോ ഈ വിൽപ്പന നടപടികളുമായി മുന്നോട്ടേക്ക് പോകാം എന്നുള്ള ധൈര്യം അവർക്ക് കിട്ടിയത്? ഉത്തരം പറയണ്ടേ? ചോദ്യം ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കി, ഇപ്പൊ കണ്ടില്ലേ ഡോക്ടർ ദിവ്യാസയ്യർ? ഞാൻ പറഞ്ഞപ്പോ വി.ഡി. സതീശൻ പറഞ്ഞ അതിനൊക്കെ മറുപടി പറയാൻ അറിയാത്തില്ല. പക്ഷേ എന്റെ സംസ്കാരം, ഞാൻ ജനിച്ച മണ്ണ്, എന്റെ നാടിനേക്ക് ഉണ്ടാക്കി തന്ന സംസ്കാരം വി.ഡി. സതീശൻ പറഞ്ഞതുപോലുള്ള വാക്ക് പ്രയോഗിക്കാൻ എന്നെ അനുവദിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഒരു മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്ന് പറയേണ്ടതാണ് പറയേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ വസ്തുതയല്ലേ പറഞ്ഞത്? കേരളത്തിന് മുഖ്യമന്ത്രി അത് പറഞ്ഞില്ലേ? വിഴിഞ്ഞം പോർട്ട് അധികൃതരും അന്നത്തെ MD-യുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, മാറ്റാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു, മാറ്റിയില്ല. വസ്തുതയല്ലേ? ഇപ്പൊ എന്താ പെട്ടെന്ന് മാറ്റാൻ കാരണം? ഇത് ഒരു കാര്യമല്ല, നിരവധി കാര്യങ്ങളുണ്ട്. ഉത്തരം പറയണം. എങ്ങനെ അദാനി പോർട്ട് അധികൃതർ അവരുടെ ഷെയർ വിൽക്കാനുള്ള നടപടികളുമായി മുന്നോട്ടേക്ക് പോകാൻ എങ്ങനെ അവർക്ക് ധൈര്യം വന്നു? അതിനുള്ള വാക്കാലനുമതി വി.ഡി. സതീശൻ നൽകിയോ? എന്തിനാണ് നിങ്ങൾ അദാനി അധികൃതരെ കാണാൻ വേണ്ടി മംഗലാപുരത്തേക്ക് പോയത്? അതിന്റെ ഫ്ലൈറ്റ് ചാർജ് ആര് നൽകി? സ്പെഷ്യൽ ഫ്ലൈറ്റിന് ചാർജ് ആര് നൽകി? എന്തിനാണ് MD-യെ മാറ്റിയത്? ഇങ്ങനെ 1-2 ചോദ്യമല്ല, പല ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം വി.ഡി. സതീശൻ. പറയില്ലെങ്കിൽ ഈ കേരളീയ സമൂഹം അതിന് വരുന്ന ആളുകളിൽ നിങ്ങളെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കുക ചെയ്യും എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്താ നിങ്ങൾ ധരിക്കുന്നത്? എന്താ വണ്ടരിക്കപ്പെട്ടതാണ്? ഷെയർ വിൽക്കണമെങ്കിൽ അതിന് സംസ്ഥാന സർക്കാരിന് മുൻകൂർ അനുമതി വരണം. എന്താ ഇടതുപക്ഷം ഉയർത്തിയുള്ള കൺസേൺ? ഒരു കമ്പനിക്ക് നിങ്ങൾ ഷെയർ വിൽക്കുന്നു, ഷെയർ വെക്കുന്ന സമയത്ത് രാജ്യത്തിന്റെ സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണക്കിലെടുക്കണമെന്ന് ഇതിന്റെ ക്ലോസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വ്യത്യസ്ത സംസ്ഥാനത്തിന് താല്പര്യം ഉൾപ്പെടെ പരിഗണിക്കണം. അനുമതി കൊടുക്കുമ്പോൾ നേരെ അനുമതി ചോദിച്ചാൽ ഉടനെ തന്നെ അനുമതി കൊടുക്കുകയല്ല വേണ്ടത്, സംസ്ഥാന താല്പര്യം ഉൾപ്പെടെ പരിഗണിക്കണം. അങ്ങനെ എന്തെങ്കിലും ഒരു ചർച്ച നടത്തിയോ? ചർച്ച നടത്താതെ ഇതിന്റെ ഓഹരി കൈമാറ്റം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്താ അധികാരം? അധികാരത്തിൽ വന്നു ജയിച്ചു എന്നുള്ളത് കൊണ്ട് ഇടതുപക്ഷം 10 വർഷം എടുത്തുണ്ടാക്കിയിട്ടുള്ള പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട്. അത് ഈ കേരളത്തിന്റെ വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരിടമാണ് വിഴിഞ്ഞം പോർട്ട്. ആ പോർട്ടിനെ അദാനിയുടെ താല്പര്യാർത്ഥം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ശ്രമമെങ്കിൽ മിസ്റ്റർ വി.ഡി. സതീശൻ, കേരളീയ CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് മാത്രമല്ല കേരളത്തിലെ ഓരോ മനുഷ്യനും നിങ്ങളോട് ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റൂ. ഉത്തരം പറഞ്ഞില്ലേ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും, വരുന്ന ആളുകൾ പറയിക്കും. എന്തൊരു പെരുന്നുണിയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.